ഇതിനിടയിൽ ഒന്ന് ഷീറ്റ് വിരിച്ചിട്ട് പോയോ? താനിത്ര അരകന്റായി പോയല്ലോ. എടാ, അവളൊരു പാവമല്ലേ? അച്ഛൻ പറഞ്ഞതിൽ യാഥാർത്ഥ്യമില്ലേ? മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ എനിക്കെന്താ അർച്ചനയോട് പെരുമാറാൻ കഴിയാത്തത്? ഭാര്യയായിട്ടല്ല, നല്ലൊരു സുഹൃത്തായിട്ട് പോലും. കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും പറയായിരുന്നു. അതിന് ഞാൻ ആരാ സച്ചേട്ടന്റെ? സച്ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ കിടക്കാനുള്ളതൊക്കെ വിരിച്ചിട്ടിരുന്നു. താൻ എന്തെങ്കിലും കഴിച്ചോ? അത് സാരമില്ല. അത് സാരമുള്ളതാ. സച്ചേട്ടൻ കഴിച്ചിട്ടില്ല വന്നേ? അതപ്പോഴല്ലേ, ഇപ്പൊ വിശക്കാൻ തുടങ്ങി. ബാക്കി സാധനങ്ങൾ എടുത്തുണ്ടോ? നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഒരവകാശവും സച്ചേട്ടനില്ലേ? ഇല്ലെന്നാണ് എന്റെ ധാരണ. കാരണം തന്റെ ഭർത്താവല്ലാത്ത ഞാൻ എന്തവകാശത്തിന് പുറത്ത് തന്നെ ചോദ്യം ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സച്ചേട്ടനെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ. താൻ പൂർണ്ണമായി ഇൻഡിപെൻഡന്റ് ആയ ഒരു സ്ത്രീയാണ്. ആരുടെയും സ്വകാര്യതകളിൽ മറ്റുള്ളവർ കടന്നു കയറുന്നത് മാന്യതയല്ല. എനിക്ക് സച്ചേട്ടൻ അറിയാത്ത യാതൊരു സ്വകാര്യതയില്ല. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ഞാൻ ഇതിനൊന്നും അല്ല സച്ചേട്ടനോട് നിൽക്കാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ ഒരു സന്തോഷം പറയാനാ. എനിക്കൊന്നും കേൾക്കണ്ട. സന്തോഷം സങ്കടമൊക്കെ തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. എനിക്കിപ്പോ അത് കേട്ടിട്ട് സന്തോഷം ഉണ്ടാവണമെന്നില്ലല്ലോ. സച്ചേട്ടാ, സംസാരം കഴിഞ്ഞെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോളൂ. നന്മ നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഏട്ടതിയെ വെറും നന്ദിയില് മാത്രം ഒതുക്കിയാ പോരാ. പിന്നെന്താ വേണ്ടേ? എന്താ വേണ്ടെന്നേ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ല സച്ചേട്ടാ, ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും നടത്തി തരാൻ സച്ചേട്ടൻ റെഡിയാ. ഭാര്യയുടെ പിറന്നാളല്ലേ. അവന്റെ മുഖം കണ്ടോ? യാതൊന്നും അറിയാത്തൊരു ഭാവം. അപ്പൊ സച്ചേട്ടാ, എങ്ങനെയൊക്കെയാ പ്ലാൻ? ഈവന്റ് മാനേജർ സന്ദീപ് റെഡിയാണ്. എവിടെ എപ്പോ എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. റിസോർട്ടാണോ ബോട്ടാണോ
അതോ ഇനി ആകാശത്ത് വെച്ചാണോ പാർട്ടി അറേഞ്ച് ചെയ്യണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സച്ചേട്ടാ ഇങ്ങ് വന്നേ. ഏതായാലും നമുക്ക് റിസോർട്ട് വേണ്ട, നമുക്കൊരു ബോട്ട് പാർട്ടി മതി. അടിച്ച് പൊളിച്ചങ്ങ് ആഘോഷിക്കാം. അതൊന്നും വേണ്ട മോളെ, അത്രയും വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട. അതൊക്കെ നിന്റെ ഭർത്താവല്ലേ തീരുമാനിക്കണ്ടേ? അവനെ സംബന്ധിച്ച് അവന്റെ പ്രിയ ഭാര്യയുടെ ആദ്യ പിറന്നാളാ. അതെങ്ങനെ ആഘോഷിക്കണമെന്ന് അവൻ തീരുമാനിക്കട്ടെ, അല്ല സച്ചി? അല്ലടത്തി, അത് ഞങ്ങള് അതൊക്കെ ഇവർ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഏട്ടത്തി. ചിലപ്പോ ബർത്ത്ഡേ വിത്ത് ഹണിമൂൺ ആണെങ്കിലോ, ഒരു ഫോറിൻ ട്രിപ്പ്. അയ്യോ, അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, ഇന്ന് എന്റെ പിറന്നാളാന്ന് എങ്ങനെ മനസ്സിലായി? അതാണ് എടുത്തി, ഞങ്ങളെല്ലാം അറിയുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആദ്യം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ആഘോഷിക്കണമെന്ന് കരുതിയതാ. പിന്നെ പാതിരാത്രി അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് നേരം വെളുക്കാൻ കാത്തിരുന്നതാ. എനിക്ക് സച്ചേട്ടൻ അറിയാത്ത യാതൊരു സ്വകാര്യതയില്ല. ഞാൻ ഇതിനൊന്നും അല്ല സച്ചേട്ടനോട് നിൽക്കാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ ഒരു സന്തോഷം പറയാനാ. എനിക്കൊന്നും കേൾക്കണ്ട. അതങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് ശരിയാണോ എടുത്തി? ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുത്ത ഗിഫ്റ്റ് അല്ലേ? അതിനെന്താ, ഒളിച്ചു വെക്കേണ്ടൊന്നുമല്ലല്ലോ, ആണോ സച്ചേട്ടാ? നിങ്ങൾ രണ്ടാളും കൂടെ മാത്രം ആഘോഷിക്കാൻ തീരുമാനിച്ചതല്ലേ? പറ, എന്താ വാങ്ങിയത്? എടുത്തി, അത് സച്ചേട്ടൻ ഗിഫ്റ്റൊക്കെ പറയാൻ കഴിയുന്നില്ലല്ലേ, അത്രയ്ക്ക് വിലപിടിപ്പുള്ളതായിരിക്കും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എംഡിയുടെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കാന്ന് ഊഹിക്കാലോ, അല്ലേ സച്ചേട്ടാ? അവന്റെ ഭാര്യയ്ക്ക് അവന്റെ ഇഷ്ടം പോലെ കൊടുക്കട്ടെ. അതിന്റെ മണി വാല്യൂവിനേക്കാൾ സ്നേഹത്തിന്റെ മൂല്യം നോക്കിയാ മതി, അല്ലടാ? എന്നാലും അത് കാണിക്കാലോ ഞങ്ങളൊക്കെ. സച്ചേട്ടന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. എന്നാ പിന്നെ നമുക്കൊന്ന് കാണാം, നമുക്കും അറിയണമല്ലോ. മോളത് എടുത്തോണ്ടോ, ചെല്ല്. വേണ്ട മോളെ, അതവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും സർപ്രൈസ് ഉണ്ടാകുന്ന സമ്മാനമല്ലേ നിനക്ക് അവൻ തന്നിട്ടുണ്ടാവുക. ആ സർപ്രൈസ് നശിപ്പിക്കണ്ട. എടുത്തി, ഇത് എന്റെ വക ഏട്ടത്തേക്കുള്ള ഒരു കുഞ്ഞു സമ്മാനം. എന്റെ പൊന്നേട്ടത്തി, ഇവൾ ആർക്കോ കൊടുക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന സോപ്പ് പെട്ടിയായിരിക്കും. ഏട്ടത്തി ഒന്ന് തുറന്നു നോക്കിയേ. അയ്യടാ, നല്ല തമാശ. എടുത്ത് തുറന്നു നോക്കി ഏട്ടത്തി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് ശരിയാണോ എടുത്തി? ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുത്ത ഗിഫ്റ്റ് അല്ലേ? അതിനെന്താ, ഒളിച്ചു വെക്കേണ്ടൊന്നുമല്ലല്ലോ, ആണോ സച്ചേട്ടാ? നിങ്ങൾ രണ്ടാളും കൂടെ മാത്രം ആഘോഷിക്കാൻ തീരുമാനിച്ചതല്ലേ? പറ, എന്താ വാങ്ങിയത്?
എടുത്തി അത് സച്ചേട്ടൻ ഗിഫ്റ്റൊക്കെ പറയാൻ കഴിയുന്നില്ലല്ലേ, അത്രയ്ക്ക് വിലപിടിപ്പുള്ളതായിരിക്കും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ഭാര്യയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കാന്ന് ഊഹിക്കാലോ, അല്ലേ സച്ചേട്ടാ? അവന്റെ ഭാര്യയ്ക്ക് അവന്റെ ഇഷ്ടം പോലെ കൊടുക്കട്ടെ. അതിന്റെ മണി വാല്യൂവിനേക്കാൾ സ്നേഹത്തിന്റെ മൂല്യം നോക്കിയാ മതി, അല്ലേടാ? എന്നാലും അത് കാണിക്കാലോ ഞങ്ങളൊക്കെ. സച്ചേട്ടന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. എന്നാ പിന്നെ നമുക്കൊന്ന് കാണാം, നമുക്കും അറിയണമല്ലോ. മോളത് എടുത്തോണ്ട് വാ, ചെല്ല്. വേണ്ട മോളെ, അതവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും സർപ്രൈസ് ഉണ്ടാകുന്ന സമ്മാനമല്ലേ നിനക്ക് അവൻ തന്നിട്ടുണ്ടാവുക. ആ സർപ്രൈസ് നശിപ്പിക്കണ്ട. എടുത്തി, ഇത് എന്റെ വക ഏട്ടത്തേക്കുള്ള ഒരു കുഞ്ഞു സമ്മാനം. എന്റെ പൊന്നേട്ടത്തി, ഇവൾ ആർക്കോ കൊടുക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന സോപ്പ് പെട്ടിയായിരിക്കും. ഏട്ടത്തി ഒന്ന് തുറന്നു നോക്കിയേ. അയ്യടാ, നല്ല തമാശ. എടുത്ത് തുറന്നു നോക്കി ഏട്ടത്തി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അല്ലല്ലോ. സോറി അച്ഛ, അത് കുറെ കമ്പനിക്കാര്യങ്ങള് എന്റെ തലയ്ക്കകത്ത് കിടന്ന് കുഴഞ്ഞു മറിയുന്നുണ്ട്. അതൊക്കെ അച്ഛന് മനസ്സിലാവും. ഇതിലും ക്രൂഷ്യലായ സ്റ്റേജിലൂടെ അച്ഛൻ കമ്പനി മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അത് നിന്റെ അമ്മയെ ഞാൻ അറിയിച്ചിട്ടില്ല. എന്റെ ഉള്ളെരിയുമ്പോഴും ചിരിച്ചേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അത് നീയും ശീലിക്കണമെന്നാ എന്റെ ആഗ്രഹം. ശ്രമിക്കാറുണ്ട്, പക്ഷേ മോനെ, സ്നേഹത്തോടെ നീ പെരുമാറുമ്പോഴേ തിരിച്ചും ആ സ്നേഹം കിട്ടൂ. ഇനി മുതല് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇന്നല്ലേ മോനെ രണ്ടുപേരും കൂടി പുറത്തൊക്കെ പോയി കറങ്ങേണ്ടതും നല്ലൊരു സിനിമയും കണ്ട് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യേണ്ടതും. അതെ, അച്ഛനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. അച്ഛൻ ചോദിക്കൂ. സത്യമായിട്ടും മോൻ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തോ? കള്ളം മാത്രം പറയരുത്. സ്നേഹത്തിൽ കള്ളം കലർത്തുകയും ചെയ്യരുത്. വഞ്ചിക്കുന്നതിന് തുല്യമാത്. അതിലല്ലോ. സോറി അച്ഛ, അത് കുറെ കമ്പനിക്കാര്യങ്ങള് എന്റെ തലയ്ക്കകത്ത് കിടന്ന് കുഴഞ്ഞു മറിയുന്നുണ്ട്. അതൊക്കെ അച്ഛന് മനസ്സിലാവും. ഇതിലും ക്രൂഷ്യലായ സ്റ്റേജിലൂടെ അച്ഛൻ കമ്പനി മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അത് നിന്റെ അമ്മയെ ഞാൻ അറിയിച്ചിട്ടില്ല. എന്റെ ഉള്ളെരിയുമ്പോഴും ചിരിച്ചേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അത് നീയും ശീലിക്കണമെന്നാ എന്റെ ആഗ്രഹം. ശ്രമിക്കാറുണ്ട്, പക്ഷേ മോനെ, സ്നേഹത്തോടെ നീ പെരുമാറുമ്പോഴേ തിരിച്ചും ആ സ്നേഹം കിട്ടൂ. ഇനി മുതല് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇന്നല്ലേ മോനെ രണ്ടുപേരും കൂടി പുറത്തൊക്കെ പോയി കറങ്ങേണ്ടതും നല്ലൊരു സിനിമയും കണ്ട് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യേണ്ടതും. അതെ, അച്ഛനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. അച്ഛൻ ചോദിക്കൂ. സത്യമായിട്ടും മോൻ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തോ? കള്ളം മാത്രം പറയരുത്.
സ്നേഹത്തിൽ കള്ളം കലർത്തുകയും ചെയ്യരുത്. വഞ്ചിക്കുന്നതിന് തുല്യമാത്. മാഡം, ഗുഡ് ഈവനിങ് മാം. യാ. ഫയൽ ഞാൻ മാഡത്തിന്റെ ടേബിളിൽ വെച്ചേക്കാം. ശരി. അല്ല, സച്ചി ഇതുവരെ പോയില്ലേ വീട്ടിലേക്ക്? നാളെ പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗ് അല്ലേ എടുത്തി, അതിന്റെ പ്രീ വർക്കുകൾ തീർന്നിട്ടില്ല. അത്തരം വർക്കുകൾ ചെയ്യാനല്ലേ ഇവിടെ സ്റ്റാഫുകളെ നിയമിച്ചിരിക്കുന്നത്. ആരൊക്കെ ഉണ്ടായാലും നീ തന്നെ എല്ലാം ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ? അവരെയും നമുക്ക് വിശ്വാസത്തിലെടുക്കണ്ടേ? വിശ്വാസക്കുറവല്ലേ എടുത്തി, അവര് ചെയ്തു കഴിഞ്ഞാലും ഞാൻ തന്നെ ഇതേ സൂപ്പർവിഷൻ ചെയ്യണ്ടേ? അപ്പൊ പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നല്ലേ നല്ലത്. ഇത് നമ്മുടെ ആനുവൽ മീറ്റിംഗ് അല്ലേ. എനിക്കറിയാം സച്ചി, പക്ഷേ നീ ഇപ്പൊ ആ പഴയ സച്ചിയല്ല. കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതൽ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിനക്കുണ്ട്. പിന്നെ വേണമെങ്കിൽ ഈ മീറ്റിംഗ് നിനക്ക് വേണ്ടി ഏടത്തെ അറ്റൻഡ് ചെയ്യാം. നിന്റെ കൂടെ കാലങ്ങളായി നടന്ന് എനിക്കിതൊക്കെ ശീലായി. പോരാത്തതിന് വിജയും ശ്വേതയൊക്കെ എന്റെ കൂടെ ഇല്ലേ? സാരമില്ല എടുത്തി, ഇതല്ലാതെ എനിക്കെന്ത് മറ്റു കാര്യങ്ങൾ? അങ്ങനെ പറയരുത്. ഇന്ന് നിന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. നീ അവളുടെ കൂടെ വേണ്ട സമയം. അവള് നമ്മുടെ വീട്ടിലെത്തിയിട്ട് ആദ്യത്തെ പിറന്നാളാ. അതും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാ. നീ വേണം അവളെ ആദ്യം വിഷ് ചെയ്യേണ്ടത്. അതൊക്കെ നീ മറക്കാതെ ചെയ്തു കാണുമെന്ന് എനിക്കറിയാം. എന്നാലും ഇന്നത്തേക്കിത് മതി. വേഗം വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. കുറെ നേരം അവളുടെ കൂടെ ചെലവഴിക്ക്. തീരാറായി എടുത്തി. എഴുന്നേറ്റെ വാ. നിന്നെ കാണാതെ അർച്ചന ആകെ വിഷമിച്ചിട്ടുണ്ടാവും. പാവം, അവളായതുകൊണ്ട് പരിഭവം ഒന്നും പറയില്ല. വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെയും കൊണ്ട് രാജ്യം വിട്ട് പറഞ്ഞേനെ. അവൾ ഇന്ന് വരെ ഒരു ഔട്ടിങ്ങിന് പോലും പോണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സച്ചേട്ടൻ എപ്പോ എത്തി? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഓ, വീടിനകത്ത് ഭാര്യയെ കാണാത്തോണ്ട് അന്വേഷിച്ചിറങ്ങിയതല്ലേ? ഇന്ന് സച്ചേട്ടൻ ഒരുപാട് നേരത്തെ എത്തിയല്ലോ. വേണമെങ്കിൽ നേരത്തെ വരാനൊക്കെ അറിയാം, അല്ലേ സച്ചേട്ടാ? ജോലികൾ നേരത്തെ തീർന്നു, അതുകൊണ്ട് നേരത്തെ വന്നു. ജോലികളൊക്കെ നേരത്തെ തീർന്നതല്ല, നേരത്തെ തീർത്തു എന്ന് പറഞ്ഞാ മതി. സച്ചേട്ടാ, ഇന്ന് പുറത്തു പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ? അതൊക്കെ നമുക്ക് പിന്നൊരിക്കലാവാം. നാളെ നീള ആയിക്കോട്ടെ. സച്ചേട്ടന് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അതിന് ആലോചനയും ടെൻഷനും ഒക്കെ എന്തിനാ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാലോ. ഇതിലും വലിയ കാര്യം സച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ രാത്രി താൻ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ സച്ചേട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. മുള്ളും മുനിയും വെച്ച് എന്നോട് സംസാരിച്ചു. എനിക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും സച്ചേട്ടൻ നിന്നില്ല. വല്ലാത്ത സങ്കടം തോന്നി. ആരും കാണുന്നില്ലല്ലോ. വാ നോക്കാം. സോറി, ഞാനിപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. താനെന്താ പറയാൻ വരുന്നെന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും. അർച്ചു ആന്റിക്ക് ഞങ്ങളിന്നിപ്പം വേണ്ടല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ. ആന്റി എന്നും നിങ്ങളെയൊക്കെ ഓർക്കാറുണ്ട്. സച്ചേട്ടനൊന്നും ഓഫീസിൽ പോയില്ലായിരുന്നോ? നേരത്തെ എത്തിയതാ. ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിരിക്കും അല്ലേ? ചേച്ചിയുടെ ഭാഗ്യം. ഭർത്താക്കന്മാരായ ഇങ്ങനെ വേണം. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. സെയിം ടു യു. ബർത്ത്ഡേ ആരുടെയാ? അങ്കിളുടെയോ ആന്റിയുടെയോ അതെന്റെയോ? അർച്ചന ആന്റിയുടെ. പിന്നെ എന്തിനാ സെയിം ടു യു? ആവണി, അങ്കിൾ എന്താ നിന്റെ കളിപ്പിള്ളയോ? സോറി പറ അങ്കിളിനോട്. ഹേയ്, ലീവ് ഇറ്റ്. മണ്ടത്തരം പറ്റിയത് എനിക്കല്ലേ. സോറി അങ്കിൾ. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോരാ.
എടുത്തി ഇതെന്താ സന്ദീപ്? ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ ഒരു കൊച്ചു സമ്മാന. നേരത്തെ വാങ്ങി വെക്കാൻ കഴിഞ്ഞില്ല. ഏട്ടത്തിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാതെ വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടാ പറയണം, ഇല്ലെങ്കിൽ പറയണ്ട. എനിക്ക് അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ല. സ്നേഹത്തോടെ നിങ്ങൾ തരുന്ന എന്താണെങ്കിലും എടുത്തേക്ക് ഇതുപോലെ തന്നെ. താങ്ക്സ് എടുത്തി. പിന്നെ സച്ചേട്ടനെ പോലെ വലിയ വാല്യുബിൾ ഗിഫ്റ്റ് ഒന്നും തരാൻ എന്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. കൊടുക്കുന്നതിന്റെ മൂല്യമൊക്കെ അത് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിലെ സന്ദീപേ. എന്റെ അച്ഛൻ ആന്റി ഇതൊന്ന് തുറന്നു നോക്ക്. എടുത്തി എന്റെ ആദ്യം. അത് പറ്റില്ല, ഞാനാ ചേച്ചിക്ക് ആദ്യം കൊടുത്തേ. ഞാനിപ്പോ ഏതാ തുറക്കണ്ടേ? എന്റെ ആദ്യമൊക്കെ എത്ര പിറന്നാണ് സമ്മാനം തന്നിട്ടുള്ളതാ. ഞാൻ ആദ്യമായിട്ടുള്ള സമ്മാനം തരുന്നത്. ഒരു പരിഗണന തന്നോടെ എനിക്ക്. ജെൻസിന്റെ ട്രയൽ റൂമിൽ ഇടിച്ചു കയറി വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ. ഡ്രസ് മാറുമ്പോ ഡോറ് ലോക്ക് ചെയ്യണമെന്ന് സാമാന്യ ബോധം പോലും ഇല്ല ഇയാൾക്ക്. ഞാനൊന്ന് എറിഞ്ഞു നോക്കിയത് ഏട്ടത്തി. എന്തായാലും ഏട്ടന് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊക്കെ അറിയാം. മോക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? മാംഗോ ജ്യൂസ്. ആൾ ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഇത് വലിയ നോയ്സൻസ് ആയല്ലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് മെയിലിൽ എന്നെ വിളിക്കരുതെന്ന്. ഹലോ ഹലോ. മരണം. ആതിര വാങ്ങിയത് നന്നായിട്ടുണ്ടല്ലേ? മോളെ വാ, മതി, നമുക്ക് പോവാം. പോവാനോ? എങ്ങോട്ട്? വീട്ടിലേക്ക് വാ. എന്തിനാ ഇത്ര നേരത്തെ ഇറങ്ങുന്ന? ഇപ്പൊ ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ. അത് കോളേജിൽ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒരു ഫ്രണ്ട് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരും. വന്നേ. അല്ല മോളെ. ആന്റി ഞാൻ പിന്നെ വരാം. നീ ഇങ്ങോട്ട് വന്നേ. ഇവക്ക് നാളെ എക്സാം ഉള്ളതാ. എക്സാമോ? ടീച്ചർ പറഞ്ഞില്ലല്ലോ. ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. മോളെ ഒരു സൗകര്യം തരാതെ അന്ന് വിളിച്ചെടുത്താ വീണ്ടും എന്നെ വിളിച്ചോണ്ടിരിക്കുക. എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പപ്പടം പൊടിക്കുന്നല്ലോ പൊടിക്കും ഞാൻ. സന്ദീപ് വാ. ആന്റി ആ അതിരെ. അവരിങ്ങോട്ട് വരുന്ന കാര്യമെല്ലാം പറഞ്ഞോ? അവരിപ്പോഴല്ലേ അമ്മ വന്നിട്ട് പോയത്. എന്നും അവർക്ക് ഇവിടെ വന്നും പോയി നിൽക്കാൻ പറ്റുമോ? അതല്ലടി, കണ്ടിട്ട് ഒരുപാടായതുപോലൊരു തോന്നല്. അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. നീ നിന്റെ ചേട്ടനും തോന്നുമ്പോ അവരെ പോയി കാണും വരും. അപ്പൊ ഞങ്ങൾക്ക് കാണത്തില്ലേ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം. അതുപോലും മര്യാദയ്ക്കോ സ്നേഹത്തോടെ ഒന്ന് പറയാൻ നിനക്കോ അവനോ പറ്റുന്നില്ലല്ലോ. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താന്നറിയോ? അച്ഛനും അമ്മയും കൂടി ചേച്ചിയുടെ കൂടെ പോയി താമസിച്ചോ. അപ്പൊ പരാതി അങ്ങ് തീരുമല്ലോ. നിന്നോടൊക്കെ വല്ലതും ചോദിക്കുന്ന എന്നെ പറഞ്ഞാ മതി. എന്തു പറയാനായിരിക്കും സച്ചേട്ടൻ എന്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോയത്? അത്രയും അത്യാവശ്യമായിരുന്നെങ്കിൽ ഞാൻ വരുന്നത് വരെ സച്ചേട്ടൻ കാത്തു നിൽക്കില്ലായിരുന്നോ? അതിനിടയില് എന്തോ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു പറഞ്ഞല്ലോ. സച്ചേട്ടൻ എന്തിനാ ഇപ്പൊ ഭ്രാന്ത് പിടിക്കുന്നത്? അത് വൈകാതെ എനിക്ക് പിടിക്കും. ഇനി അവളോട് ഒരു പിറന്നാൾ ആശംസ അറിയിക്കുന്നതിൽ അർത്ഥമില്ല. അത് മാത്രമല്ല, ഞാനൊരു കോമാളിയായി പോവും. ആ
അച്ഛന്റെ സമ്മാനം കൂടിയായപ്പോൾ എല്ലാം പൂർത്തിയായി. ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറ്റുന്നതാണോ? സ്നേഹിക്കപ്പെടാൻ ഒരു യോഗം വേണം. അത് ഈ ജന്മത്തിലുണ്ടാവും തോന്നില്ല. എന്റെ കൃഷ്ണ, എന്റെ വേദനകളൊക്കെ നീ കാണുന്നുണ്ടല്ലോ. എടിതേ, സച്ചി വരുന്നുണ്ട്. വേണ്ടാത്തൊന്നും ചോദിക്കണ്ട. നാവിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തവളങ്ങി. ഞാനൊന്നും പറയുന്നതുമില്ല, ചോദിക്കുന്നതുമില്ല. എന്താ സച്ചി? എനിക്ക് ഏട്ടത്തിയുടെ ഒരു സഹായം വേണം. ധൈര്യമായിട്ട് ചോദിച്ചോ. ഇന്നത്തെ നമ്മുടെ കമ്പനിയിലെ മീറ്റിങ്ങിന് ഞാനില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? അതെന്താ അങ്ങനെ? ഞാനില്ലാതെ ഏട്ടത്തിക്ക് നടത്തിയ പോരെ? നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന് നീ ഉണ്ടാവുന്നതാ നല്ലത്. കാരണം ഇന്ന് പങ്കെടുക്കുന്നവരൊക്കെ വളരെ റെപ്യൂട്ടഡ് ഫേമുകളുടെ MD-മാരാ. അപ്പോ MD ആയി നീ പങ്കെടുക്കുന്നതല്ലേ അതിന്റെ ശരി. ഞാനൊരു CEO മാത്രമല്ലേ. സച്ചിയേട്ടന് പങ്കെടുക്കാൻ പറ്റാത്ത കാര്യം എന്താ? എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. മീറ്റിംഗ് നമ്മൾ രാവിലെ അല്ലേ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നിനക്ക് എവിടെ വേണേലും പോവാലോ. നീ ഇപ്പോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലേ ഏട്ടത്തി, ഞാൻ അർച്ചനയായിട്ടൊന്ന് പുറത്തു പോകുന്ന കാര്യം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഒരു എക്സ്ക്യൂസ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നിന്നെ പോലെ എനിക്കവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാ. നീ തന്നെ പങ്കെടുക്കുന്നതാ നല്ലത്. ഞാനില്ലാത്തപ്പോഴൊക്കെ ഏട്ടത്തിയല്ലേ ഇതിൽ ഇമ്പോർട്ടന്റ് ആയി മീറ്റിംഗ് നടത്തി റിസൾട്ട് ഉണ്ടാക്കിയത്. ഞാൻ ഏട്ടത്തെ കണ്ടല്ലേ പഠിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തിയുടെ ഡിപ്ലോമസി ഒന്ന് വേറെ തന്നെയാ. നീയുള്ളപ്പോ ഏട്ടത്തെ ഇനി പങ്കെടുക്കുന്നത് ശരിയല്ല. കാരണം വരുന്നതൊക്കെ ഇൻഡസ്ട്രിയിലെ രാജാക്കന്മാരാ. അവരുടെ മുമ്പിൽ വെറും CEO ആയ ഞാനിരുന്നാ നീ എവിടെയെന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ നീ തന്നെ പങ്കെടുക്കണം. നമ്മളവരെ ഇൻഫോം ചെയ്തിരിക്കുന്ന അങ്ങനെയാ. നിന്റെ യാത്ര തൽക്കാലം മാറ്റിവെച്ചേ മതിയാവും. ഏട്ടത്തി പ്ലീസ്, ഞാൻ വേണമെങ്കിൽ അവരെ അറിയിക്കാം ഇന്ന് ഏട്ടത്തെയാണ് പങ്കെടുക്കുന്നതെന്ന്. കോടികളുടെ ബിസിനസ് ഡീലിനേക്കാൾ പ്രാധാന്യമുള്ള യാത്രയാണോ സച്ചിയേട്ടാ? അതെ, അതാ ഞാനും ആലോചിക്കുന്നേ. ഒരു ചെറിയ ബിസിനസ് പോലും മിസ്സാക്കാത്ത നീ ഇത്രയും വലിയൊരു മീറ്റിംഗ് ഒഴിവാക്കി പോവാൻ മാത്രം ഇമ്പോർട്ടൻസ് എന്താ? അങ്ങനൊന്നുമില്ല ഏട്ടത്തി. ഈ യാത്രയുടെ ഇമ്പോർട്ടൻസ് ബിസിനസ്സുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതിനേക്കാൾ വലിയൊരു പ്രാധാന്യം ഇതിനുണ്ട്. ശരി, ഞാനായിട്ട് നിന്റെ യാത്ര മുടക്കുന്നില്ല. നീ പോയിട്ട് വാ. താങ്ക്സ് ഏട്ടത്തി, വെരി വെരി താങ്ക്സ്. ഞാൻ അവർക്കൊക്കെ മെയിൽ ചെയ്തേക്കാം. ഞാൻ ഇപ്പൊ സമ്മതിച്ചതിന്റെ ഒരു കാരണം നീയും അർച്ചനയും കൂടെ അങ്ങനെ പുറത്തു പോകാറില്ലല്ലോ. ഇന്ന് നീ തന്നെ ആവശ്യപ്പെട്ടപ്പോ ഞാനായിട്ടത് മുടക്കാൻ പാടില്ല. അതാ. താങ്ക് യു. സച്ചി, ചോദിക്കാൻ വിട്ടുപോയി, എങ്ങോട്ടാ യാത്ര? ഏട്ടത്തി, എന്റെ മകൻ മോളെ എങ്ങനെ സ്വീകരിക്കുന്ന ആശങ്കയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ബോധ്യമായി മോളെ അവൻ ജീവിതത്തിൽ കൈവിടില്ലെന്ന്. സന്തോഷത്തോടെ പോയിട്ട് വാ, വൈകാതെ എത്തുമല്ലോ. ഇനി വീട്ടിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. വരണ്ടെന്നാണ് ഈശ്വരന്റെ തീരുമാനമെങ്കിൽ
ഇതൊരു യാത്ര പറച്ചിലായിട്ട് എടുക്കണം. അമ്മേ സുഖാണോ അമ്മേ? സുഖം മോളെ. ഇടയ്ക്ക് നിന്നെ കാണാത്ത വിഷമേ ഉള്ളൂ. സന്തോഷായി മോനെ. അതിന് ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. നിങ്ങളെന്ന് കാണുമെന്ന് കൊതിച്ചിരിക്കായിരുന്നു. എന്റെ അമ്മോ, ഇതാരൊക്കെ? ചേച്ചി, ഇതെന്നെ ഒരു കാര്യം. സച്ചേട്ടാ ഞെട്ടിച്ചു കളഞ്ഞില്ല. ഇങ്ങനെ ഒരു വരവ് സ്വപ്നങ്ങളിൽ മാത്രാണെന്ന് ഞങ്ങൾ കരുതിയത്. മോളെ അച്ഛാ തീരെ പ്രതീക്ഷിച്ചില്ല മക്കളെ. തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു വെച്ചാ, പെട്ടെന്ന് തോന്നി വരണോന്ന്. അർച്ചനയോട് പോലും ഞാൻ സൂചിപ്പിച്ചിരുന്നില്ല. മോളെ അച്ചുവിനോട് പറയാതെ സച്ചി എന്തിനാ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും കാരണം കാണാതിരിക്കില്ലല്ലോ. ആ മീരെടുത്തി. മീരെടുത്തി സുഖാണ് മീരെടുത്തി? ഓ എന്ത് സുഖ എന്റെ അച്ചു. രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി പോകുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നു, അത്ര തന്നെ. അല്ല, നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, എന്തുപറ്റി? ചുമ്മാ അച്ചു ചേച്ചി, മീരടുത്തേക്ക് എന്തെങ്കിലും പറയണ്ടേ? ഒരു കുഴപ്പമില്ല, നല്ല സുന്ദരിയായിട്ടുണ്ട്.